പാപം ആത്മീയ കാഴ്ചകൾ മങ്ങിക്കളയും. നല്ലത് കാണാനുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെ കുറച്ച് കളയുന്നതാണ് യഥാർത്ഥത്തിൽ ഈ നമ്മുടെ ജീവിതത്തിൽ ഈ പാപം വരുത്തി വെച്ച ദുർഭഗാവസ്ഥ. ലൂയി മോൺഫോർട്ട് പറയാണ്, ലോകത്തിൻ്റെ ആത്മാവ് മനുഷ്യൻ്റെ ഹൃദയത്തെ അന്ധമാക്കുന്നു. നമ്മൾ ലോകത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വെളിച്ചം കുറയാൻ തുടങ്ങും. അപ്പോൾ അധികം പറയുക, ദൈവത്തിൻ്റെ വഴികൾ കാണാതാകും. ദൈവത്തിന് നല്ല നല്ല വഴികൾ നമ്മുടെ മുന്നിൽ അടഞ്ഞു പോകും. നമ്മളെല്ലാം നന്മയായിട്ട് തോന്നും, ദൈവികമായ കാഴ്ചപ്പാടുകൾ പോകും. നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് നന്മയാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ബുദ്ധിയിൽ ഇരുള് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മുടെ ചില അറിവുകൾ, ചില പുസ്തകങ്ങൾ, ചില വായനകൾ, പ്രിയപ്പെട്ടവരെ, ഞാൻ അനേകം യുവജനങ്ങളെ കാണുമ്പോൾ അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ അവർ ഫോളോ ചെയ്യുന്നത് ഒരിക്കലും ദൈവത്തെ ഫോളോ ചെയ്യാത്തവരെയാണ്. അതുകൊണ്ടാണ് അവർ കുറച്ച് കഴിയുമ്പോൾ എവിടേക്കോ വഴിമുട്ടി നിൽക്കുകയാണ്. നമുക്കറിയാലോ, ചിലപ്പോഴേക്കും നമുക്ക് റൂട്ട് മാപ്പുകൾ തെറ്റിപ്പോവും. നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയൂ, യു ടേൺ എടുത്ത് തിരിച്ചു വരണം. നമ്മൾ അകലെ മാറി സഞ്ചരിക്കുമ്പോൾ, ദൈവത്തിൽ നിന്ന് അകലെ മാറി സഞ്ചരിച്ചവൻ എഴുതിയ പുസ്തകം വായിച്ചാൽ നമുക്ക് എങ്ങനെ ദൈവത്തെ അടുത്ത് അനുകരിക്കാൻ പറ്റും? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇത് തിരിച്ചറിവിൻ്റെ കാലഘട്ടമായിട്ട് മാറണം. നാലാമത്തത്, പാപം വിശുദ്ധിയിലേക്കുള്ള യാത്രയെ മന്ദഗതിയിലാക്കും. തീഷ്ണത വേണം പ്രിയപ്പെട്ടവർ, വിശുദ്ധരാകാൻ ഒരു തീഷ്ണത വേണം. നമ്മൾക്കും പലപ്പോഴും ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് ഈ വിശുദ്ധ ജീവിതം നയിക്കുക എന്നുള്ളത്. കാരണം അനേകർ പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ഈ ദൈവത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്, ദൈവത്തിന് മുന്നേ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അതൊരു ബന്ധനോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് പിശാചിൻ്റെ തന്ത്രം. ദൈവത്തോട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു വ്യക്തി, അവൻ ആദ്യം അറിയണം, ഞാൻ എൻ്റെ കണ്ണിലെ തടിക്കഷ്ണം എടുത്തിട്ടുണ്ടോയെന്ന്. പലരും ചെയ്യുന്നതെന്നറിയോ, കണ്ണിൽ തടിക്കഷ്ണം ഇരിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുകയും ചെയ്യും. നമ്മൾ നന്നായി അനുദപിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് തന്നെയാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സഹനം വരുമ്പോൾ എല്ലാം ബന്ധനമാണെന്നോ, സഹനം വരുമ്പോൾ എല്ലാം പ്രശ്നമാണെന്നും പറയുന്നത് ഒരു അപകടമാണ്. സഹനം ഒരു കൃപയാണ്, സഹനം ഒരു വിധിയല്ല. ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നതും സഹനത്തിൽ എനിക്ക് കിട്ടുന്ന ഒരു ശോധനയെക്കുറിച്ച് കൂടിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധിയിലേക്കുള്ളൊരു യാത്രയാണ്, അത് മന്ദഗതിയാക്കുന്നുണ്ട്. നമ്മൾ വിശുദ്ധിയിലേക്കുള്ള യാത്രയിൽ നമ്മളെ മന്ദഗതിയിലാക്കുന്ന ഈ പാപാവസ്ഥ നമ്മൾ എടുത്തു മാറ്റണം. അതുകൊണ്ട് ആവിലായിലെ അമ്മ ത്രേസ്യ, വിശുദ്ധിയായ ആവിലായിലെ അമ്മ ത്രേസ്യ പറയുക, ചെറിയ പാപങ്ങൾ പോലും നിസ്സാരമായി കാണരുത്, അവയാണ് ആത്മാവിനെ മന്ദഗതിയിലാക്കുന്നത്. ചെറിയ പാപങ്ങളെപ്പോലും മക്കളെ നിങ്ങൾ നിസ്സാരമായിട്ട് കാണരുത്. അതുകൊണ്ട് ഇത് നമ്മളെ മന്ദഗതിയിലാക്കുന്നു. ഫിലിപ്പക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായം 13-ാം വാക്യം പറയാം, എന്നെ ശക്തനാക്കുന്നവനോട് എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ദൈവം നമ്മളെ ശക്തിപ്പെടുത്തുന്നു. അതുകൊണ്ട് ദൈവത്തിലേക്കാകാൻ കൃപ ലഭിക്കുന്ന ഒരു വലിയ അവസരം കൂടിയുണ്ട്. പ്രിയപ്പെട്ടവരെ, എൻ്റെ പാപം മൂലം ഉണ്ടായ ദുർഭഗ അവസ്ഥയ്ക്കുള്ള പരിഹാരങ്ങൾ എന്താണെന്ന് നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും. ഒന്നാമത്തെ പരിഹാരം, പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ച് കേൾക്കുക, ഒന്നാമത്തെ പരിഹാരം ആത്മാർത്ഥമായ മാനസാന്തരവും പാപത്തെക്കുറിച്ചുള്ള യഥാർത്ഥ അനുതാപവും വളർത്തുക. നമ്മൾ ആത്മാർത്ഥമായിട്ട് മാനസാന്തരപ്പെട്ട് നല്ലൊരു കുമ്പസാരം നടത്തുക, പാപത്തെക്കുറിച്ച് യഥാർത്ഥ ബോധ്യം ഉണ്ടാക്കുക. പിന്നെ ആ പാപം വരുമ്പോൾ ആ അവസരത്തെ ഉപയോഗിക്കാതിരിക്കുക. അനുദപിച്ച് തിരിച്ചു വന്നൊരു വ്യക്തി ആ പാപത്തെ പൂർണ്ണമായിട്ടും വെറുക്കാനായിട്ട് പരിശ്രമിക്കുക. രണ്ടാമത്തത്, ക്രമമായ കുമ്പസാരം ദൈവകൃപയിലേക്ക് വീണ്ടും ജനിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയാണ് നമ്മുടെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. നമുക്കറിയാം, പരിശുദ്ധ അമ്മ പല സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതിലിന്നും പ്രത്യക്ഷപ്പെടുന്ന ഒരു സ്ഥലമാണ് മെഡ്ജിഗോർ. മെഡ്ജിഗോറിൽ വെച്ച് പരിശുദ്ധ അമ്മ പറഞ്ഞൊരു കാര്യം ഇതാണ്, നിങ്ങൾ സാധിക്കുമെങ്കിൽ എല്ലാ ദിവസവും കുമ്പസാരിക്കുക, അല്ലെങ്കിൽ ആഴ്ചയിൽ കുമ്പസാരിക്കും. മാസത്തിൽ കുമ്പസാരിക്കുന്നവർ ആഴ്ചയിൽ കുമ്പസാരിക്കുന്നത് നല്ലതാണെന്ന് പരിശുദ്ധ അമ്മ പറയും. ഇടവിട്ട് കുമ്പസാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ കൃപ വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് അങ്ങനെ ഒരു ചിന്തയില്ല, വല്ലപ്പോഴേക്കും കുമ്പസാരിക്കുക. അച്ഛന്മാർക്ക് ഒഴിവാണെങ്കിലല്ല, എൻ്റെ പാപ അവസ്ഥയാണ് എന്നെ കുമ്പസാരിക്കാൻ പ്രേരിപ്പിക്കേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ചിലപ്പോൾ നമുക്ക് കുമ്പസാരക്കൂടുകൾ എളുപ്പത്തിൽ കിട്ടണമെന്നില്ല, എന്നാൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം വരും. പ്രിയപ്പെട്ടവരെ, കരുണയുടെ ദൈവം നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. മറ്റൊന്ന്, ദിവസേന ദൈവവചനം വായിക്കുക, ധ്യാനിക്കുക. വചനം നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന ഒരു രൂപാന്തരീകരണമുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ എപ്പോഴും വചനത്തെ സ്നേഹിക്കുക. പ്രിയപ്പെട്ടവരെ, ഞാനെനിക്കും പലപ്പോഴും ചിന്തിക്കാറുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി വചനം ഒരുങ്ങുമ്പോൾ ഞാൻ എനിക്ക് വേണ്ടി ധ്യാനിക്കാൻ വചനം ഒരുങ്ങുന്നുണ്ടോ?
നമ്മളൊക്കെയും പലപ്പോഴും ശുശ്രൂഷകരായ ഞങ്ങളൊക്കെയും വചനം വായിക്കുന്നത് മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി വായിക്കുമ്പോൾ ചിലപ്പോഴേക്കും ആത്മാവിൽ ചോദിക്കാറുണ്ട്, സിജോ, നീ നിനക്ക് വേണ്ടി വചനം വായിച്ചോ? നീ നിൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും വചനം കുറിച്ചിട്ടിട്ടുണ്ടോ? നിൻ്റെ ജീവിതത്തിൻ്റെ ആത്മാവിൻ്റെ ഫലമായിട്ട് നിനക്കൊരു വചനമുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മളും ചിന്തിക്കണം, വചനത്തെ ധ്യാനിക്കാത്തൊരു ദിവസം ഉണ്ടാകരുത്. ദൈവത്തെ ധ്യാനിക്കാൻ നമുക്ക് ചിലപ്പോൾ ചാപ്പലുകൾ ഉണ്ടാകില്ല, ആരാധന ചാപ്പലുകൾ അടുത്തൊന്നും ഉണ്ടാവില്ല. എന്നാൽ ഒരു വചനം വായിച്ച് കണ്ണടച്ചൊന്ന് ധ്യാനിച്ചു നോക്കി, ഈശോ നിങ്ങളുടെ അടുത്തുണ്ടെന്നുള്ള ബോധ്യം വചനത്തിലൂടെ ഈശോ നിങ്ങളെ പഠിപ്പിക്കും. അതുകൊണ്ടല്ലേ അനേകം ശുശ്രൂഷകർ പറയുന്നത്, അരമണിക്കൂറെങ്കിലും വചനം വായിച്ചാൽ ജീവിതത്തിൽ മാറ്റിമറിയാത്ത സംഭവങ്ങളില്ല. കാരണം വചനത്തിന് അത്രയും ശക്തിയുണ്ട്, വചനം കടന്നു പോകാത്ത ഇടങ്ങളില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വചനം ധ്യാനിക്കുക. അപ്പോൾ നമുക്ക് ഈ ദുർഭഗ അവസ്ഥ, പാപം വരുത്തി വെച്ച എല്ലാ അവസ്ഥകളും രക്ഷപ്പെടാൻ പറ്റും. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയും ദിവ്യകാരുണ്യ സ്വീകരണവും അതിൽ വിശ്വസ്തരായിരിക്കുക. എല്ലാ ദിവസവും വിശുദ്ധ ബലി അർപ്പിക്കുക, ദിവ്യകാരുണ്യം സ്വീകരിക്കുക. പ്രിയപ്പെട്ടവരെ, എൻ്റെ തന്നെ കുടുംബത്തെ ഞാൻ ചിന്തിക്കുക. ഞാൻ ഏക മകനാണ്. എൻ്റെ വീട്ടിൽ അപ്പനും അമ്മയും 2 സഹോദരിമാരാണ്. എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ എൻ്റെ കുടുംബത്തിൽ നിന്ന് പഠിച്ചൊരു കാര്യം, ഒറ്റ ദിവസവും എൻ്റെ അപ്പനും അമ്മയും വിശുദ്ധ കുർബാന മുടക്കില്ല. എൻ്റെ അമ്മ ഒരു ഹൈസ്കൂൾ അധ്യാപികയാണ്, അപ്പനൊരു ബിസിനസ്സുകാരനാണ്. ഞങ്ങളുടെ വീട്ടിൽ സഹനങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് ഞങ്ങൾ പറയുന്നില്ല, എന്നാൽ തകർച്ചകൾ ഉണ്ടായിട്ടില്ല. പ്രിയപ്പെട്ടവർ, ഞങ്ങൾക്ക് ഒരിക്കലും ഒരു തകർച്ച വന്നിട്ടില്ല. അതിനൊരു കാരണം, പ്രധാന കാരണം, എൻ്റെ അപ്പനും അമ്മയും ഞങ്ങളെ പഠിപ്പിച്ചത് എന്നും വിശുദ്ധ ബലി അർപ്പിക്കണം. എൻ്റെ സഹോദരിമാരും അവരുടെ വിവാഹ ജീവിതം കഴിഞ്ഞിട്ടും അവരും എന്നും വിശുദ്ധ ബലി അർപ്പിക്കുന്നവർ. അവരുടെ ജീവിത പങ്കാളികൾ അതുപോലെ തന്നെ. അപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, ഞങ്ങളൊരു മാട്രിമോണിയിൽ നോക്കിയിട്ടൊന്നല്ല എൻ്റെ സഹോദരിമാരുടെ വിവാഹം ഒന്നും നടന്നത്. കാരണം ഞങ്ങൾ എന്തായിരിക്കുന്നോ ആ ഒരു അവസ്ഥയിലേക്ക് ദൈവം അതിന് പറ്റിയവരെ കൊണ്ടു തന്നു എന്നുള്ളതാണ് സത്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ബലി അർപ്പിക്കുന്ന ഒരു കുടുംബത്തിൽ പിശാചിൻ്റെ പീഡകൾ കുറയാൻ തുടങ്ങും, ബന്ധനങ്ങൾ കുറയാൻ തുടങ്ങും. അതുകൊണ്ട് നമ്മൾ ദിവസേന വിശുദ്ധ ബലി അർപ്പിക്കും, ദിവ്യകാര്യം സ്വീകരിക്കുമെന്ന് തീരുമാനമെടുത്താൽ അത് വലിയൊരു കൃപയാണ്. അതുപോലെ തന്നെ പാപ സാഹചര്യങ്ങളെയും പാപകാരണങ്ങളെയും ധൈര്യത്തോടെ ഉപേക്ഷിക്കാനായിട്ട് തീരുമാനമെടുക്കുക. പാപ സാഹചര്യങ്ങൾ ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ്. നമ്മൾ എത്ര കുമ്പസാരിച്ചാലും സാഹചര്യ സാധ്യത സമ്മർദ്ദങ്ങൾ ഒന്നും മാറുന്നില്ല, എന്നാൽ നമ്മളാണ് മാറേണ്ടത്. അങ്ങനെ വരുമ്പോൾ കൃപ കിട്ടും. പ്രിയപ്പെട്ടവരെ, ദിവസേനയുള്ള പേഴ്സണൽ പ്രാർത്ഥന, നമുക്കൊരു വ്യക്തിപരമായ പ്രാർത്ഥന ഉണ്ടാകണം. ചിലപ്പോൾ ഒരു 5 മിനിറ്റ് ആയിരിക്കും, ഒരു 3 മിനിറ്റ് ആയിരിക്കും, 2 മിനിറ്റ് ആയിരിക്കും, ചിലപ്പോൾ 1 മിനിറ്റ് ആയിരിക്കും. കൂട്ടുന്നത് നല്ലത്, ചിലപ്പോൾ കുറയാതിരിക്കണം. 1 മിനിറ്റെങ്കിലും നമ്മൾ കട്ടിലുമെന്ന് എഴുന്നേൽക്കുമ്പോൾ അവിടെ ഇരുന്നൊന്ന് പ്രാർത്ഥിക്കാനുള്ളൊരു മനസ്സ് കാണിക്കും. പ്രിയപ്പെട്ടവരെ, എത്രയോ ലോക കാര്യങ്ങൾക്ക് സമയമുള്ളപ്പോൾ ഒരു കുറച്ച് സമയം ഈശോയ്ക്ക് കൊടുത്തു. ഈശോ പറയാ, നിനക്ക് 365 ദിവസം 24 മണിക്കൂർ വെച്ച് തന്നിട്ട് നീ അതിൻ്റെ ദശാംശം എത്ര തന്നു? നിൻ്റെ ആത്മീയതയുടെ ദശാംശം നീ എത്ര തന്നു? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങുക, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമ്മളെ തന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ ദൈവം കൃപ തരും. മറ്റൊന്ന്, ചെറിയ പാപങ്ങളെപ്പോലും നിസ്സാരമായിട്ട് കാണാതെ അതിനെ വെറുക്കാനായിട്ട് മനസ്സാകുക, ലഘുപാപങ്ങളെ ഉപേക്ഷിക്കാൻ മനസ്സാകുക. മറ്റൊന്ന്, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സമർപ്പിക്കുക. ഈ വിമല ഹൃദയ പ്രതിഷ്ഠ കഴിഞ്ഞാലും ജീവിതത്തിൽ ഈ പ്രതിഷ്ഠാജപം പഠിക്കുക, പ്രാർത്ഥിക്കുക. അനേകം മാർപ്പാപ്പമാർ എന്നും പ്രാർത്ഥിച്ചിരുന്നൊരു പ്രാർത്ഥനയാണ് ഈ വിമല ഹൃദയ പ്രാർത്ഥന. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ ചെല്ലുന്ന ഈ പ്രാർത്ഥന നിങ്ങൾ എഴുതിയെടുത്ത് ഇടയ്ക്കിടയ്ക്ക് ജീവിതത്തിൽ നമ്മൾ ചെല്ലുക. കുടുംബ പ്രാർത്ഥനയ്ക്ക് കഴിയുമ്പോൾ മാതാവിൻ്റെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വലിയ കൃപയാണ്. മറ്റൊന്ന്, നല്ല ആത്മീയ സുഹൃത്തുക്കൾ, നല്ല ആത്മീയ ബന്ധങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ നമ്മുടെ ദുർഭഗ അവസ്ഥയെ കണ്ടെത്താൻ പറ്റും. ഒന്ന്, നല്ല ആത്മീയ പിതാക്കന്മാരുണ്ടാകുക. പ്രിയപ്പെട്ടവർ, നമുക്ക് ആത്മീയ ശുശ്രൂഷയിൽ ഒരു കുമ്പസാരക്കാരനുണ്ടാകുക, ഒരു ആത്മീയ സഹായം നടത്തുന്ന ഒരു വൈദികൻ്റെ സഹായം, അല്ലെങ്കിൽ ഒരു സന്യസ്തയുടെ സഹായം, അല്ലെങ്കിൽ നല്ല ആത്മീയ ശുശ്രൂഷകർ, അവരെ കണ്ടെത്തുക. നമ്മുടെ ജീവിതത്തിൽ മെസ്സേജ് എടുക്കാൻ വേണ്ടി മാത്രമല്ല, ഇങ്ങനെ പോയാൽ ശരിയല്ലെന്ന് പറഞ്ഞു തരുന്ന നല്ല ഉപദേശകർ, നമ്മളെ പുകഴ്ത്തുന്നവരെ അല്ല നമ്മൾ കണ്ടെത്തേണ്ടത്, നമ്മൾ തിരുത്തുന്നവരെ കണ്ടെത്തുന്നതാണ് യഥാർത്ഥത്തിൽ ആത്മീയ ഉപദേശങ്ങൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ഇടയ്ക്ക് വൈദികരിൽ നിന്ന് ബ്ലെസ്സിങ് മേടിക്കുക. ഇപ്പോൾ നമ്മുടെ ദുർഭഗ അവസ്ഥയിൽ നിന്ന് നമുക്ക് കരകയറാൻ പറ്റും. അവസാനത്തത്, ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കാൻ പരിശ്രമിക്കുക. നമുക്ക് ആശ്രയിക്കാൻ നമുക്കൊരു ദൈവമുണ്ടെന്ന് നമ്മൾ ഒരിക്കലും മറക്കരുത്. വീണാലും എഴുന്നേൽപ്പിക്കാൻ കരം നീട്ടുന്നൊരു ദൈവമുണ്ടെന്നൊരു തിരിച്ചറിവ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ആശ്രയിക്കാനുള്ളൊരു ദൈവത്തിൽ നമ്മൾ കണ്ടെത്തണം.